എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ പക്കോടയുടെ റെസിപ്പിയാണ്. ഒട്ടും തന്നെ താമസിക്കാതെ ഇതെങ്ങനെയാ ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളാക്കി കട്ടാക്കിയതാണ് കേട്ടോ. ചെറിയ ബോണോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അതായത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ അളവിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. നാരങ്ങാനീരില്ല എങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ കൂടെ നമ്മളൊരു മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രീസറിലോട്ട് വെച്ചേക്കാം. ഒരു 20 മിനിറ്റ് നേരമെങ്കിലും ഫ്രീസറിൽ വെച്ചേക്കാം. ഇനി ഇതിന്റെ ഒരു സെക്കൻഡ് മാരിനേഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് അളവിൽ കടലമാവാണ് എടുത്തേക്കുന്നത്. അതായത് 4 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിനെ നല്ലൊരു ബാറ്ററാക്കി എടുക്കാം. ഒരുപാട് ലൂസായി പോകരുത്. ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതിപ്പോ ഏകദേശം ഒരു 20 മിനിറ്റ് നമ്മുടെ ചിക്കൻ ഫ്രീസറിലിരുന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ചിക്കനെ നമുക്ക് ഈ ഒരു ബാറ്ററിലോട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ടൈം ഉണ്ടെങ്കിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇത് വീണ്ടും ഒന്ന് ഫ്രീസറിൽ വെക്കുക. ഇല്ല എങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് വീണ്ടും ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന്റെ പീസുകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിത് 2 ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ ബാച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മുതൽ 4 മിനിറ്റ് നേരം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിത് തിരിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ചിക്കന്റെ പീസ് നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു സൈസിനനുസരിച്ചിരിക്കും ഇതിന്റെ ഒരു ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം. ചെറിയ പീസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടും. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ബാച്ചിലെ ചിക്കനും നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിലോട്ട് തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചിക്കൻ പക്കോടയുടെ മേളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്